എയിംസ് യാഥാർത്ഥ്യമാക്കും, മെട്രോ സർവീസുകൾ അങ്ങനെ തുടങ്ങി 20,000 ലിറ്റർ വെള്ളം, കുടിവെള്ളം കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ 2,500 രൂപയ്ക്ക് സ്ത്രീകൾക്ക് ക്ഷേമമായിട്ട് കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ പല പല വാഗ്ദാനങ്ങളാണ് നടത്തുന്നത്. വളരെ വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് BJP ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപ റീചാർജുള്ള ഒരു ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് നൽകും. ഇത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും മരുന്ന് വാങ്ങാനും ഉപയോഗിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി ഉയർത്തുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്തുണ ആവശ്യമുള്ള എല്ലാ വിളകൾക്കും താങ്ങുവില MSP ഉറപ്പാക്കും എന്ന കാര്യം. തോട്ടം മേഖലയിലെ നിയമങ്ങളും വനനിയമങ്ങളും ഭേദഗതി ചെയ്ത് പ്ലാന്റേഷൻ ഭൂമിയിൽ ഇടവിള കൃഷി നടത്തുന്നതിനുള്ള അവസരം ഒരുക്കും എന്ന കാര്യം പറയുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മലയാളികൾക്കും ലഭ്യമാക്കും. അടിയന്തര ചികിത്സാ ആവശ്യങ്ങളിൽ ഇതൊരു വലിയ സുരക്ഷാ കവചമായി മാറുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നു. മറ്റൊരു ആകർഷകമായ ഒരു പ്രഖ്യാപനം എന്നത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുമെന്നതാണ്. ഓണത്തിനും ക്രിസ്മസിനും ഓരോന്ന് വീതം എന്ന കണക്കിലായിരിക്കും ഇവ ലഭ്യമാക്കുക. മറ്റൊന്ന്, കേരളത്തിലെ ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകുമെന്നതാണ്. വളരെ വലിയ ഒരു പ്രഖ്യാപനമാണ്. മറ്റൊന്ന്, തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം. കൊച്ചി മെട്രോയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും. കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പുതിയ മെട്രോ സർവീസുകൾ ആരംഭിക്കും. ഈ പ്രകടന പത്രികയിൽ വലിയൊരു പ്രഖ്യാപനമായി വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രധാന വ്യവസായ കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതിനായി ഷിപ്പ് റിപ്പയർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ, നേമം യാർഡ് മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ എലിവേറ്റഡ് ഡബിൾ റെയിൽപാത, തുറമുഖത്തിന് ചുറ്റും പ്രത്യേക വ്യാവസായിക ഇടനാഴി, സർക്കാർ വിദ്യാലയങ്ങളിൽ ഐച്ഛികമായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ലഭ്യമാക്കുമെന്നതാണ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷേത്രഭരണത്തിൽ ഭക്തരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമെന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമയബന്ധിതമായ CBI അന്വേഷണം നടത്തി അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു.